കേൾക്കുന്നില്ലേ? ആർക്കും കേൾക്കുന്നില്ലേ പറയുന്നത്? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ, എഴുതിക്കോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. എ കോൺ ഓഫ് ബേസ് ഡയമീറ്റർ 100 mm. എ കോൺ ഓഫ് ബേസ് ഡയമീറ്റർ 100 mm. സർ ക്വസ്റ്റ്യൻ ഇന്നലെ എഴുതിനെ. എഴുതിനാ? ഓക്കെ ഓക്കെ, ശരി ശരി ശരി, ഓക്കെ. അപ്പം ഞാൻ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നുമില്ലല്ലോ, ജസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ ഉള്ളൂ. ഓക്കെ, കോണിന്റെ ഡെവലപ്മെന്റ് എന്താണ് ഷേപ്പ് വരിക? കോണിന്റെ ഡെവലപ്മെന്റ് ഷേപ്പ് എന്തായിരിക്കും? നമ്മൾ സിലിണ്ടറിന്റെയും പ്രസന്റിനെയും ഒക്കെ ഡെവലപ്പ് ചെയ്തപ്പോൾ ഷേപ്പ് റെക്ടാംഗിൾ ആയിരുന്നു പറഞ്ഞു. ഓക്കെ, അതുപോലെ പിരമിഡ് ചെയ്തപ്പോൾ കുറെ ട്രയാങ്കിൾസ്, അഡ്ജസന്റ് ആയിട്ടുള്ള ട്രയാങ്കിൾസ് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത് പോലെ ഉണ്ടാവുക. അതുപോലെ ഒരു കോണിന്റെ ഡെവലപ്മെന്റ് അതിന്റെ ഷേപ്പ് എന്നത് സെക്ടർ ഓഫ് എ സർക്കിൾ ആയിരിക്കും കേട്ടോ, ഇതുപോലെ ഉണ്ടാവുക. അതിൽ ഈ കാണുന്നത് കോണിന്റെ ജനറേറ്ററും ഞാൻ ഇതിന്റെ ഒരു കോണിന്റെ ഒരു ഓർത്തോഗ്രാഫിക് വേർഷൻ വരയ്ക്കാം. ഓർത്തോഗ്രാഫിക് വേർഷൻ ഓഫ് എ കോൺ, ടോപ്പിൽ സർക്കിൾ ആയിട്ട് ബേസ് കാണുന്നു. ആൻഡ് ഇൻ ദ ഫ്രണ്ട് വ്യൂവിൽ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും ഫ്രണ്ട് വ്യൂ കാണുന്നത്, പിരമിഡ് പോലെ. ഓക്കെ, ഇതുപോലെയാണ് കോണിന്റെ ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂ ഉണ്ടാവുക. അപ്പൊ ഇതില് ഈ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കോണിന് അതിന്റെ കർവ്ഡ് സർഫസ് കിട്ടുന്നത് ഒരു വേർട്ടിക്കൽ ആക്സിസ് വെച്ചിട്ട് ഒരു ഇൻക്ലൈൻഡ് ലൈൻ റിവോൾവ് ചെയ്യുമ്പോഴാണ്. ഇപ്പൊ ഇത് ഒരു വേർട്ടിക്കൽ ആക്സിസ്, അതിനെ ഒരു ഇൻക്ലൈൻഡ് ലൈന്, അതിന് അതുമായിട്ട് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈൻ വെച്ച് റിവോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോണിന്റെ സർഫസ് കിട്ടുന്നത്, അല്ലെ, കർവ്ഡ് സർഫസ് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ലൈനിനെ കോണിന്റെ ജനറേറ്റർ എന്നാ പറയാ. അപ്പോൾ ജനറേറ്റർ എന്ന് പറയുമ്പോൾ അപ്പെക്സ് എന്ന് ബേസ് സെന്റർ, ബേസ് സർക്കംഫറൻസിൽ ഏതെങ്കിലും ഒരു പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുന്ന ലൈൻസിനൊക്കെ ജനറേറ്റർ ആണെന്ന് പറയാം കോണിന്റെ കേസിൽ. അപ്പോൾ ഇത് കോൺ ഇവിടെ അസ്യൂം ചെയ്യാം, കോണിന്റെ ബേസ് കൂടിയുള്ളതായിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ ബേസ് സർക്കിളിലെ ഒരു പോയിന്റ് നിന്ന് അപ്പെക്സിലേക്ക് വരയ്ക്കുന്ന ആ ഒരു ലൈനെയാണ് ജനറേറ്റർ എന്ന് പറയാം കോണിന്റെ കേസിൽ. സോ ജനറേറ്റർ എന്ന് പറയാൻ കാരണം അത് റിവോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കോണിന്റെ സർഫസ്, കർവ്ഡ് സർഫസ് കിട്ടുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, കുറെ അഡ്ജസന്റ് ആയിട്ടുള്ള ജനറേറ്റേഴ്സ് ജോയിൻ ചെയ്ത് വന്നിട്ടാണ് കോണിന്റെ കർവ്ഡ് സർഫസ് ഫോം ചെയ്യുന്നതെന്നും പറയാം. ഓക്കെ, സോ ഞാനിവിടെ ജസ്റ്റ് ഒരു 4 ജനറേറ്റർ വെറുതെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഒ എ, ഒ ബി, ഒ സി ആൻഡ് ഒ ഡി. ഓക്കെ, അതായത് അപ്പെക്സ് എന്ന് സർക്കിളിന്റെ പെരിഫറിയിലേക്ക്, അതായത് സർക്കംഫറൻസിലേക്ക് വരയ്ക്കുന്ന എല്ലാ ലൈനും അതിന്റെ ജനറേറ്റർ ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാനിവിടെ ഈ വരച്ചിട്ടുള്ളത് ഒരു 4 ജനറേറ്റേഴ്സ് ആണ്. ഇതിന് ഞാൻ ഫ്രണ്ട് വ്യൂ ഇവിടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഒ ഡാഷ്, എ ഡാഷ്, ഒ ബി, ഒ സി ആൻഡ് ഒ ഡി, 4 ജനറേറ്ററിന്റെ ഫ്രണ്ട് വ്യൂ ഞാനിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ സപ്പോസ് ഒ എ എന്ന് പറയുന്ന ഈ ജനറേറ്ററിലൂടെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ കട്ട് ചെയ്തു, ഇതിനെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഷേപ്പാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്, സെക്ടർ ഓഫ് എ സർക്കിൾ. ഈ ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കാണുന്നത് എന്തായിരിക്കും? ഈ കാണുന്ന ഈ കർവ്ഡ് സർഫസ് അതെന്തായിരിക്കും? ഒ എ എന്ന് പറയുന്നത് ഇതിന്റെ ജനറേറ്റർ ആണെങ്കിൽ ഈ കാണുന്ന കർവ്ഡ് ആയിട്ട് വരുന്ന ലൈൻ അതെന്തായിരിക്കും? ദാറ്റ് വിൽ ബി എന്തായിരിക്കും? ഇതിന്റെ ബേസ് സർക്കിൾ ആയിരിക്കൂലേ? ഈ കോണിന്റെ ബേസ് സർക്കിളാണ് നമുക്ക് ഇങ്ങനെയായിട്ട് കിട്ടുന്നത്. ഓക്കെ, പിരമിഡിന്റെ കേസിലാണെങ്കിൽ അതിന്റെ ബേസിലെ എഡ്ജസ് ആണ് ഇതുപോലെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരിക, അല്ലെ? ഇവിടെ ബേസ് എഡ്ജസ് ഇങ്ങനെ ജോയിൻ ചെയ്ത് കാണാൻ പറ്റും. ഇവിടെ ആകുമ്പോൾ കോണിന്റെ കേസ് ആക്ച്വലി ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതിന്റെ സർക്കംഫറൻസിനെ ആയിരിക്കും, ഈ സർക്കിളിന്റെ സർക്കംഫറൻസ് ആയിരിക്കും. ട്രൂ ലെങ്താ ഏതാണെന്ന് മനസ്സിലായില്ല, എന്താ ട്രൂ ലെങ്ത്? ഏത് ഇതിൻ്റെതാ? ഒ എൻ്റെതാണോ? അത് ഞാൻ അതിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് ഈ ലെങ്ത് എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ സർക്കംഫറൻസ് ആയിരിക്കും. അതെത്രയായിരിക്കും? സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr അല്ലേ? 2πr അല്ലേ? അപ്പൊ ഇതിലെ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2πr എന്ന് പറയുമ്പോൾ ഈ ആർ എന്ന് പറയുന്നത് ഇതിന്റെ റേഡിയസ് ആയിരിക്കും, ഈ റേഡിയസ് ആയിരിക്കും, സർക്കിളിന്റെ റേഡിയസ് ആയിരിക്കും. ഓക്കെ, സോ
ഈ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി 2πr. ആൻഡ് ഒ എന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ജനറേറ്ററിന്റെ ട്രൂ ലെങ്ത് ആയിരിക്കും. ജനറേറ്ററിന്റെ ട്രൂ ലെങ്ത് നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ കാണാൻ പറ്റുന്നുണ്ടോ? വെദർ ഇറ്റ് വിൽ ബി വിസിബിൾ ഓർ നോട്ട് ഇൻ ദ ഫ്രണ്ട് വ്യൂ. 2-3 പ്രോബ്ലം ചെയ്തതല്ലേ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് എല്ലാവരും പറയുന്നത്, എല്ലാവരുടെയും കമന്റ് അറിയണം. വെദർ ദ ട്രൂ ലെങ്ത് ഓഫ് ദ ജനറേറ്റർ വിൽ ബി വിസിബിൾ ഇൻ ദ ഫ്രണ്ട് വ്യൂ ഓർ നോട്ട്. വിസിബിൾ ആണെങ്കിൽ യെസ് എന്നിടുക, വിസിബിൾ അല്ലെങ്കിൽ നോ എന്നിടുക. ഒരാളുടെ കമന്റ് നോക്കിയിട്ട് ഇടാൻ പാടില്ല, എല്ലാവരും അവരുടെ അഭിപ്രായം ഇടുക കേട്ടോ. നേരത്തെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തിട്ട് തെറ്റിയത് ഓർമ്മയില്ലേ? നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം പറയാം. ഓക്കെ, ഇപ്പൊ ഇവിടെ 4-5 കമന്റ് വന്നിട്ടുള്ളൂ. യെസ്, അനുരാഗ്, ശ്രീരജ്, ടൈഫൽ, ആകർഷ്, അനുജിത്ത്, സിദ്ധാർത്ഥ്, സുനിൽ, അരുണിമ, ഇത്രയും പേരെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് അഭിപ്രായമൊന്നുമില്ലേ? അല്ല, ഒന്നും അറിയില്ലേ ഇതിനെ പറ്റിയിട്ട്? ഇവിടെ ട്രൂ ലെങ്ത് വിസിബിൾ ആയിരിക്കും കേട്ടോ. കറക്റ്റ് ആണ്, എല്ലാവരും പറഞ്ഞത് ശരിയാണ്. ബിക്കോസ് എങ്ങനെയാണ് നമ്മൾ ജനറേറ്ററിന്റെ ട്രൂ ലെങ്ത് വിസിബിൾ ആണോ എന്ന് അറിയുന്നത്? ഇഫ് വൺ ഓഫ് ദ ജനറേറ്റേഴ്സ് ഈസ് പാരലൽ ടു വി പി, ജനറേറ്റർ ഏതെങ്കിലും ജനറേറ്റർ വി പിക്ക് പാരലൽ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂവിൽ കാണുന്നത് ട്രൂ ലെങ്ത് ആയിരിക്കും. ഇനി എങ്ങനെയാണ് ഒരു ജനറേറ്റർ പാരലൽ ടു വി പി ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക? അതിന്റെ ടോപ്പ് നോക്കുക. ഇഫ് ദ ടോപ്പ് വ്യൂ ഈസ് പാരലൽ ടു ദ എക്സ് ലൈൻ, എക്സ് ലൈന് പാരലൽ ആയിട്ടാണ് ജനറേറ്ററിന്റെ ടോപ്പ് ഉള്ളതെങ്കിൽ, ഇപ്പൊ ഇവിടെ ഒ എയും ഒ സിയും പാരലൽ ടു ദ എക്സ് ലൈൻ ആണ്. ദാറ്റ് മീൻസ് ദീസ് ജനറേറ്റേഴ്സ് ആർ പാരലൽ ടു ദ വി പി. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ വിൽ ഗിവ് യു ദ ട്രൂ ലെങ്ത്. സോ ഒ ഡാഷ് എ ഡാഷും ഒ ഡാഷ് സി ഡാഷും ജനറേറ്ററിന്റെ ട്രൂ ലെങ്ത് തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ ലെങ്ത് ഇത് മെഷർ ചെയ്യാം, എന്നിട്ട് വേണം നിങ്ങൾ ഒ എ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒ എ വരക്കുക. അതിനുശേഷം എന്താ പിന്നെന്ത് ചെയ്യാം? 2πr എന്ന് പറഞ്ഞ ലെങ്ത് നമുക്ക് ഇങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുമോ? 2πr ലെങ്ത്, അതൊരു ഈ ആർക്ക് ലെങ്ത് ആണ് 2πr. അത് നിങ്ങൾക്ക് ഇങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുമോ? 2πr ലെങ്ത്. പിരമിഡിന്റെ കേസിൽ നമ്മളൊരു ആർക്ക് വരച്ചിട്ട് ബേസ് എഡ്ജിന്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലെങ്ത് കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്തത് അല്ലേ? പക്ഷെ ഇവിടെ ഉള്ളത് നമുക്ക് അങ്ങനെ ബേസ് എഡ്ജ് ഇല്ല, അതിന് പകരം കേർവ്ഡ് സർഫസിനെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത പോലെ ഉള്ളത് അല്ലേ? ആ കേർവ്ഡ് ആയിട്ടുള്ള ആ ആർക്കിനെ ഒന്ന് വലിച്ചു നീട്ടിയ പോലെ ഉള്ളത്. അപ്പൊ ഈ 2πr ലെങ്ത് ഈ ഒരു ലൈനിന്റെ മുകളിലൂടെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? എന്താ പറയുന്നത്? പറ്റുമോ? നമ്മൾ എപ്പോഴും മെഷർ ചെയ്യുമ്പോൾ, ഇപ്പൊ കോമ്പസ് വെച്ചിട്ട് നേരെ മെഷർ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലെങ്ത് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അത് സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യാം. പക്ഷേ എലോങ് ദ ആർക്ക് ഇങ്ങനെ മെഷർ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 2πr ലെങ്ത് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്കിത് ആ ഒരു വാല്യൂ വെച്ചിട്ട് വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഫൈൻഡ് ദ ആംഗിൾ ഓഫ് ദിസ് സെക്ടർ. ഈ സെക്ടറിന്റെ ആംഗിൾ തീറ്റ ആണ് അസ്യൂം ചെയ്യുക. ആ തീറ്റ ആംഗിൾ കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഒ എ വരയ്ക്കുക, പ്രൊട്രാക്ടർ വെക്കുക, തീറ്റ ആംഗിൾ മെഷർ ചെയ്തിട്ട് ഒ എ ക്ലോസിംഗ് ആയിട്ടുള്ള ഒ എയും കൂടെ വരക്കുക. ഓക്കെ, അതിനുശേഷം ഇതിനിടയിലായിട്ട് നമുക്ക് ഈ ആർക്ക് വരയ്ക്കാം. അപ്പൊ ആ ആർക്ക് വരയ്ക്കുമ്പോൾ ദാറ്റ് ലെങ്ത് വിൽ ബി 2πr. ഓക്കെ, അപ്പൊ കോണിന്റെ ഡെവലപ്മെന്റ് വരക്കണമെങ്കിൽ ബാക്കിയുള്ളതിനെക്കാട്ടും നമുക്ക് ഇവിടെ ഒരു കാൽക്കുലേഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, തീറ്റ ആംഗിൾ കണ്ടുപിടിക്കുന്നതിന് ഉള്ള ഒരു ഫോർമുല, അതാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഫോർമുല ഓഫ് സെക്ടർ പഠിച്ചിട്ടുണ്ടാകും ഞാൻ പ്രതീക്ഷിക്കുന്നു. പഠിച്ചിട്ടുണ്ടോ? സെക്ടറിന്റെ ഫോർമുല ഓഫ് എ സെക്ടർ പഠിച്ചിട്ടുണ്ടോ? L = r തീറ്റ എന്നുള്ളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടോ? L = r തീറ്റ പഠിച്ചിട്ടുണ്ടോ?
പഠിച്ചില്ല. ഈ എൽ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആർക്ക് ലെങ്ത് ഓഫ് ദ സെക്ടർ. ദാറ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു ആർ തീറ്റ. ആർ എന്ന് പറഞ്ഞത് ഈ ലെങ്ത് ഒ എ ലെങ്ത്തിന് ഈക്വൽ ആയിട്ട് വരും. ഇപ്പോൾ റേഡിയസ് വേണമെങ്കിൽ പറയാം, മറ്റേ റേഡിയസ് ആയിട്ട് കൺഫ്യൂഷൻ ആകാൻ പാടില്ല. ദിസ് ലെങ്ത് അതാണ് ആർ എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് കംപ്ലീറ്റ്, ഇത് എല്ലും ഇത് ആറും ആണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു എന്താ വരിക? എൽ ബൈ ആർ വരും. എൽ ഇസ് ഈക്വൽ ടു ആർ തീറ്റ എന്ന് തീറ്റ ഇസ് ഈക്വൽ ടു എൽ ബൈ ആർ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് എൽ? എൽ ഇസ് ഈക്വൽ ടു 2 π ആർ. 2 π ആർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. ഈ സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ് ഇവിടെ വരുന്നത് എൽ. സോ വി ക്യാൻ സേ ദാറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു എൽ ബൈ ആർ, ബട്ട് എൽ ഇസ് ഈക്വൽ ടു 2 π ആർ. സോ 2 π ആർ ബൈ ക്യാപിറ്റൽ ആർ എന്ന് എഴുതാം. ഇനി നമ്മൾ തീറ്റ നമുക്ക് ഡിഗ്രിയിലാണ് വേണ്ടത്. ഈ 2 π എന്നൊക്കെ പറയുന്നത് റേഡിയൻസിലുള്ള മെഷർമെന്റ് ആണ്. നമുക്ക് ആംഗിൾ മെഷർ ചെയ്യുന്നതിന് 2 യൂണിറ്റ് നമുക്കുണ്ട്, അതായത് ഡിഗ്രീസ് ഉണ്ട്, റേഡിയൻസ് ഉണ്ട്. സോ 2 π എന്ന് പറയുന്നത് റേഡിയൻസിലുള്ള മെഷർമെന്റ് ആണ്. സോ അതിനെ നമ്മൾ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എത്രയാണ് വരിക? 2 π റേഡിയൻസ് എത്ര ഡിഗ്രിക്ക് ഇക്വലന്റ് ആണ്? ഇതെല്ലാം നിങ്ങൾ അറിയേണ്ട കാര്യമാണ് കേട്ടോ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് അറിയേണ്ടതാണ്. എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് അറിയേണ്ടതാണ്. പൈ എന്ന് പറഞ്ഞാൽ പൈ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. അപ്പോൾ 2 π വിൽ ബി ഈക്വൽ ടു 360 ഡിഗ്രി. ഓക്കെ, സോ 2 π എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. 360 ഇൻറ്റു മോളാർ ബൈ ക്യാപിറ്റൽ ആർ. ദിസ് ഈസ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ദ ആംഗിൾ തീറ്റ. അപ്പോൾ നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. ബാക്കി എങ്ങനെ കിട്ടിയെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഈ ആംഗിളിന്റെ ഇക്വേഷൻ തീറ്റ ഇസ് ഈക്വൽ ടു 360 ഇൻറ്റു സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ അറിയണം. എന്തായാലും മാത്രമേ ഈ തീറ്റ എന്നുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ സ്മോൾ ആർ എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? നമ്മുടെ ക്വസ്റ്റിൻ്റെ അകത്ത് ദ റേഡിയസ് ഓഫ് ദ കോൺ ബേസ് സർക്കിൾ ഡയമീറ്റർ ഈസ് 100 mm അല്ലേ? ഡയമീറ്റർ 100 mm ആകുമ്പോൾ റേഡിയസ് വിൽ ബി ഈക്വൽ ടു 50 അല്ലേ? 360 ഇൻറ്റു 50 ബൈ ക്യാപിറ്റൽ ആർ എത്ര വരിക? ക്യാപിറ്റൽ ആർ നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പോൾ മെഷർ ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും കേട്ടോ. ഇത് വരച്ചതിന് ശേഷം ഒ എ ലെങ്ത് എത്രയാണെന്ന് നോക്കുക. ആ വാല്യൂ ആണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, ഒ എന്റെ വാല്യൂ ട്രൂ ലെങ്ത് ആണ്, അത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് തീറ്റ ആംഗിൾ കിട്ടും. സോ ദാറ്റ് ആംഗിളിൽ നിങ്ങൾ ഈ സെക്ടർ കംപ്ലീറ്റ് ചെയ്യാം. ക്ലിയർ ആയിട്ടുണ്ടോ? ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, പറയാം. അതായത് ഇതെല്ലാം ഈ പറഞ്ഞെല്ലാം ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അതായത് കോണ് വരയ്ക്കുക, അതിനുശേഷം കോണിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു സെക്ടർ ആയിരിക്കും. സെക്ടറാണ് കിട്ടുക. അപ്പൊ ആ സെക്ടറിന്റെ അത് ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിട്ടാണ് വരിക? ഈ ജനറേറ്ററിന്റെ ട്രൂ ലെങ്ത് ആയിട്ടാണ് ഇത് വരിക. ആ ട്രൂ ലെങ്ത് നമുക്ക് ഓൾറെഡി ഇവിടുന്ന് കിട്ടും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒ എന്നുള്ള ഒരു ജനറേറ്റർ അത് എക്സ് വൈന് പാരലൽ ആയിട്ടാണ് ഉള്ളത്. സോ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ ഒ ന്റെ since it is parallel to the x plane, that means that generator is parallel to VP. So the corresponding front view of that generator O dash A dash will give you the true length. So ഇതിന്റെ ഫ്രണ്ട് വ്യൂവിൽ കാണുന്നത് ജനറേറ്ററിന്റെ ട്രൂ ലെങ്ത് തന്നെയാണ്. സോ ഒ എ എന്ന് പറയുന്ന ഈ ലെങ്ത് ഇത് തന്നെയാണ്. സോ അത് ആദ്യം വരയ്ക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് 2 π ആർ എന്ന് പറഞ്ഞുള്ള ലെങ്ത് ആണ് ഈ ആർക്കിന്റെ ലെങ്ത് വരിക. ബട്ട് ഈ ആർക്ക് ലെങ്ത് നമുക്ക് ഇങ്ങനെ മെഷർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ മെഷർ ആണെങ്കിൽ നമുക്ക് ആ കർവേച്ചറിൽ വരുന്ന സ്കെയിൽ വേണം. ഓക്കെ, ഈ കർവേച്ചർ നമ്മുടെ സ്കെയിൽ സ്ട്രൈറ്റ് അല്ലേ, ഈ കർവേച്ചർ ഒരു സ്കെയിൽ ഇട്ട് വിചാരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. സോ യു ഹാവ് ടു ഫൈൻഡ് ദ ആംഗിൾ, ദിസ് ആംഗിൾ തീറ്റ. ആ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ സെക്ടറിന്റെ ഫോർമുല യൂസ് ചെയ്യാണ്. ദാറ്റ് ഈസ് എൽ ഈസ് ഈക്വൽ ടു ആർ തീറ്റ. എൽ എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത്തും ആർ എന്ന് പറയുന്നത് ഇതിന്റെ റേഡിയസും ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ റേഡിയസ് പറഞ്ഞിട്ട് ഇവിടെ വരുന്നത് എന്താ? ജനറേറ്ററിന്റെ ട്രൂ ലെങ്ത്. തീറ്റ ഇസ് ഈക്വൽ ടു എൽ ബൈ ആർ എന്ന് എഴുതാം. ബട്ട് എൽ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ്. 2 π ഇൻറ്റു സ്മോൾ ആർ. ഇവിടുത്തെ ആർ എന്താ? ഈ ബേസ് സർക്കിളിന്റെ റേഡിയസ്. ക്യാപിറ്റൽ ആർ എന്താ? കോണിന്റെ ജനറേറ്ററിന്റെ ട്രൂ ലെങ്ത്. ഓക്കെ, സോ നമ്മൾ എൽ ബൈ ആർ എന്നുള്ള ഇക്വേഷൻ്റെ അകത്ത് 2 π ആർ എൽ ഇസ് ഈക്വൽ ടു 2 π ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2 π ആർ ബൈ ക്യാപിറ്റൽ ആർ എന്ന് എഴുതാം. ആൻഡ് 2 π എന്നിട്ട് ഉദ്ദേശിക്കുന്നത്
റേഡിയൻസിലുള്ള അളവാണ്. നമ്മളത് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനെ പൈ റേഡിയൻസ് ഈക്വൽ ടു 180 ഡിഗ്രി. സോ 2π റേഡിയൻസ് ഈസ് 360 ഡിഗ്രി. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 360 ഇൻറ്റു സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ. അപ്പോൾ ആറിൻ്റെ വാല്യൂ 50യും 100 ആണ് ഡയമീറ്റർ ആണ്. സോ ആറിൻ്റെ വാല്യൂ 50 എടുക്കുക. ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിക്കാം. വരച്ചതിന് ശേഷമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. അപ്പോൾ ആ തീറ്റ എന്നുള്ള വാല്യൂവിൽ പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഇത് OAക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബേസ് ഓയിൽ ഫിക്സ് ചെയ്യുന്ന വിധത്തിൽ പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്യുക. തീറ്റ ആംഗിൾ മെഷർ ചെയ്യുക. സെയിം ലെങ്ത്തിൽ OA ലെങ്ത് തന്നെ ഒന്നുകൂടെ വരയ്ക്കാം. എന്നിട്ട് അതിനിടയ്ക്കായിട്ട് നമ്മൾ ഈ ആർക്ക് ക്ലോസ് ചെയ്യണം. തിക്കായിട്ട് വരക്കണം. ആർക്ക് തിക്കായിട്ട് വരക്കണം. കാരണം അതെല്ലാം പാർട്ട് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. നേരത്തെ പിരമിഡ് വരയ്ക്കുന്ന സമയത്ത് നിങ്ങളോട് ഇത് ഞാൻ തിന്നായിട്ട് വരയ്ക്കാനാണ് പറഞ്ഞത്. ആ ആർക്ക് വരയ്ക്കുന്നത് എന്തിനാണ്? ഒരു കൺസ്ട്രക്ഷൻ ലൈൻ എന്നുള്ള രീതിയിലാണ് ആർക്ക് വരയ്ക്കുന്നത്. ഇമാജിനറി ഒരു കൺസ്ട്രക്ഷൻ ലൈനാണ്. അതുകൊണ്ട് അത് തിന്നായിട്ടേ വരയ്ക്കാൻ പാടുള്ളൂ. അപ്പൊ അതിന്റെ കേസിൽ എഡ്ജസ് ആണ് തിക്കായിട്ട് വരയ്ക്കേണ്ടത്. പിരമിഡിന്റെ കേസിൽ ആ എഡ്ജസ് ആണ് വരുന്നത്. അതാണ് പാർട്ട് ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പൊ അത് തിക്കായിട്ട് വരയ്ക്കുക. അപ്പൊ ഇവിടെ ഈ കർവ് തന്നെ പാർട്ട് ഓഫ് ദ കോൺ ആണ്. ഡെവലപ്മെന്റ് ഒരു പാർട്ടാണ്. സോ അത് തിക്കായിട്ട് തന്നെ വരയ്ക്കണം. ഓക്കെ. അപ്പൊ ഇതുവരെ നമ്മൾ കോണിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് പറഞ്ഞത്. നമ്മളെ ക്വസ്റ്റ്യനിലാണ് ഒരു കട്ടിംഗ് പ്ലെയിനിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണത്? എ പ്ലെയിൻ വിച്ച് ഈസ് കട്ട് ബൈ എ പ്ലെയിൻ ഇൻക്ലൈൻഡ് അറ്റ് 30 ഡിഗ്രി ടു HP and perpendicular to VP. Draw the development of the truncated cone if the section plane bisects the axis of the cone. ഇപ്പോൾ ട്രങ്കേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ട്രങ്കേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കട്ടിംഗ് പ്ലെയിൻ വെച്ചിട്ട് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ബേസിന് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു കട്ടിംഗ് പ്ലെയിൻ വെച്ച് കട്ട് ചെയ്തിട്ടാകുമ്പോൾ ടോപ്പ് പോർഷൻ റിമൂവ് ചെയ്ത് റിമൈനിങ് പോർഷനാണ് നമ്മൾ ട്രങ്കേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രങ്കേറ്റഡ് കോൺ ഉണ്ടാവും, ട്രങ്കേറ്റഡ് പിരമിഡ് ഉണ്ടാവും, ട്രങ്കേറ്റഡ് പ്രിസം, സിലിണ്ടർ ഒക്കെ ഉണ്ടാവും. നമ്മൾ സിലിണ്ടറിന്റെ കേസ് അത് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ. സോ കട്ടിംഗ് പ്ലെയിന് ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ഇൻക്ലൈൻ ടു ദ HP ആണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ തന്നെ നമുക്ക് കട്ടിംഗ് പ്ലെയിൻ അവിടെ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ അത് എത്രയാണ് തന്നിട്ടുള്ളത്? ആംഗിൾ 30 ഡിഗ്രി ഇൻക്ലൈൻ ടു HP ആൻഡ് ബൈസെക്ടിങ് ദ ആക്സിസ്. സോ ആക്സിസിന്റെ മിഡിൽ പോയിന്റ് ആദ്യം മാർക്ക് ചെയ്യാം. ഓക്കെ. അതിലൂടെ പാസ് ചെയ്യുന്ന വിധത്തിൽ ആദ്യം ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കുക. എക്സ് പ്ലെയിന് പാരലൽ ആയിട്ട് 30 ഡിഗ്രി ഇൻക്ലിനേഷനിൽ കട്ടിംഗ് പ്ലെയിനും മാർക്ക് ചെയ്യാം. 30 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് കട്ടിംഗ് പ്ലെയിന് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും നമ്മൾ സിലിണ്ടറിന്റെ കേസിലുള്ളത് പോലെയുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. കാരണം കോണിനും സിലിണ്ടറിനും എഡ്ജസ് ഇല്ല, കർവ്ഡ് സർഫസ് ആണ്. അപ്പൊ അതിൽ കട്ടിംഗ് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ ജനറേറ്റേഴ്സിനെ അസ്യൂം ചെയ്യണം. കുറച്ച് ജനറേറ്റേഴ്സിനെ അവിടെ ക്രിയേറ്റ് ചെയ്യണം. ഫോർ ദാറ്റ് യു ഹാവ് ടു ഡിവൈഡ് ഇറ്റ് ഇൻ ടു ഈക്വൽ സെക്ഷൻസ്. ടോപ്പ് വ്യൂവിനെ 8 ഈക്വൽ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓൾറെഡി ഞാനിവിടെ 4 സെക്ഷൻ ആയിട്ടുണ്ട്. പ്രൊട്രാക്ടർ വെക്കുക. 45 ഡിഗ്രി ആംഗിളിൽ ഒരു ലൈൻ കൂടെ വരക്കുക. അഗൈൻ പ്രൊട്രാക്ടർ ഇവിടെ സെയിം പ്ലേസിൽ വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന്, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 45 ഡിഗ്രി ആംഗിളിൽ അടുത്ത സെക്ഷനും കൂടെ വരക്കാം. അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ 8 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് വരയ്ക്കുമ്പോൾ തിന്നായിട്ട് വരക്കണം കേട്ടോ. ജനറേറ്റേഴ്സ് വരയ്ക്കുമ്പോൾ തിന്നായിട്ട് വരക്കുക, ലൈറ്റ് ആയിട്ട് വരക്കുക. അല്ലെങ്കിൽ അവിടെ എഡ്ജസ് ഉണ്ട് എന്നായിരിക്കും അതിന്റെ മീനിങ്. സോ അത് തിന്നായിട്ട് തന്നെ വരയ്ക്കണം. ദെൻ നെയിമിങ് ഞാൻ ഇവിടെ മാറ്റി ചെയ്യാണ്. ABCDEFGH. ഓക്കെ. ഇതൊക്കെയാണ് പോയിന്റ്സ്. അപ്പോൾ അതിലൂടെ പാസ് ചെയ്യുന്ന ജനറേറ്റേഴ്സ് ഇവിടെ OA, OB, OC എന്ന് വെച്ച് ഇങ്ങനെ വരും. അപ്പോൾ അത് ഞാൻ ഫ്രണ്ട് വ്യൂവിൽ മാർക്ക് ചെയ്യാണ്. A, B, then C, D and E. ഡിന്റെ ബാക്കിലായിട്ട് പോയിന്റ് F വരുന്നുണ്ട്. സോ അത് ബ്രാക്കറ്റിൽ ഡിന്റെ ബാക്കിലായിട്ട് F വരും. സിന്റെ ബാക്കിലായിട്ട് G, അപ്പൊ അത് മാർക്ക് ചെയ്തു G ഡാഷ്. ഡിന്റെ ബാക്കിലായിട്ട് H ഡാഷ് മാർക്ക് ചെയ്തു. ഓക്കെ, അറിയാമല്ലോ. ഇനി നമുക്ക് ഈ ജനറേറ്റേഴ്സ് ഫ്രണ്ട് വ്യൂവിൽ മാർക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഞാൻ മാർക്കറോട് മാർക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ ലൈൻസ് തിക്കായിട്ട് തോന്നും. പക്ഷെ ഈ വരയ്ക്കുന്നതൊക്കെ തിന്നായിരിക്കണം കേട്ടോ. ജനറേറ്റേഴ്സ് വരയ്ക്കുന്നത് തിന്നായിട്ട് വരയ്ക്കണം. ഓക്കെ, ജനറേറ്റേഴ്സ് വരയ്ക്കുമ്പോൾ ലൈറ്റ് ആയിട്ട് വരയ്ക്കാം. നോ, അപ്പൊ നമുക്ക് എത്ര കട്ടിംഗ് പോയിന്റ്സ് കിട്ടും? ഇപ്പൊ ഇവിടെ ടോട്ടൽ എത്ര ജനറേറ്റേഴ്സ് ഉണ്ട്? OA, OB, OC എന്ന് പറഞ്ഞിട്ട് എത്ര ജനറേറ്റർ ഉണ്ട് ഇവിടെ? 8 ജനറേറ്റർ ഉണ്ടല്ലോ. എല്ലാത്തിലും കട്ട് ചെയ്യുന്നില്ലേ? കട്ടിംഗ് പ്ലെയിൻ കട്ട്സ് ഓൾ ദ ജനറേറ്റേഴ്സ് അല്ലെ, കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. സോ ദർ വിൽ ബി 8 കട്ടിംഗ് പോയിന്റ്സ്. അത് ഞാൻ ഇവിടെ 1 by 1 ആയിട്ട് മാർക്ക് ചെയ്യാം. വിസിബിൾ ആയുള്ളത്
ഓർഡറിൽ മാർക്ക് ചെയ്ത് പോവാം. ഇപ്പോൾ ഒ എയിൽ 0.1 ദെൻ ഒ ബിയിൽ 0.2, ഒ സിയിൽ 0.3, ഒ ഡിയിൽ 0.4, ഒ ഇയിൽ 0.5. ഇപ്പൊ ഇത്രയും വിസിബിൾ ആയിരിക്കും. അതായത് എ ബി സി ഡി ഇ വരെ വിസിബിൾ ആണ് ജനറേറ്റേഴ്സ്. ഇനി അതിന്റെ ബിഹൈൻഡിൽ വരുന്ന ഒ എഫ്, ഒ ജി, ഒ എച്ച് ഇത് ഈ ജനറേറ്റേഴ്സ് വിസിബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അതിലുള്ള കട്ടും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അത് നമ്മൾ ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്യണം. ഒ എഫിൽ വരുന്നത് 0.6 എന്ന് മാർക്ക് ചെയ്യാം, അത് 4ന്റെ ബ്രാക്കറ്റിലായിട്ട്. ദെൻ ഒ ജിയിൽ വരുന്നത് 0.7, ഒ ജിയിൽ 3ന്റെ ബ്രാക്കറ്റിലായിട്ട് മാർക്ക് ചെയ്യാം. ബിന്റെ ഒ ബിന്റെ പുറകിലായിട്ട് ഒ എച്ച് ഉണ്ട്, അതിൽ നെക്സ്റ്റ് 0.8, അത് 2-ന്റെ ബ്രാക്കറ്റിലായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ. ഇനി ഈ കട്ടിംഗ് പോയിന്റ്സ് ഒക്കെ നമ്മളിവിടെ മാർക്ക് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഇവിടെ എന്തുണ്ടാവണം? ഈ ജനറേറ്റേഴ്സ് ഒക്കെ അവിടെ മാർക്ക് ചെയ്യണ്ടേ? ഹൗ വിൽ യു മാർക്ക് ദ ജനറേറ്റേഴ്സ് ഇൻ ദ ഡെവലപ്മെന്റ്? അപ്പോൾ ഇത് ഇക്വി ഡിസ്റ്റന്റ് ആയിട്ടുള്ള ജനറേറ്റേഴ്സ് ആണ്. 8 ഈക്വൽ ഡിവിഷൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ജനറേറ്റേഴ്സ് ആണ്. അപ്പോൾ അതെങ്ങനെ നമ്മളിവിടെ മാർക്ക് ചെയ്യും? ആർക്കും പറയാൻ പറ്റുമോ എങ്ങനെ മാർക്ക് ചെയ്യാം? ഈ ലെങ്ത് ഇത് മെഷർ ചെയ്ത് ഡയറക്റ്റ് മാർക്ക് ചെയ്താൽ പ്രശ്നമുണ്ടോ? ഈ ലെങ്ത് അത് എ ടു ബി ഡിസ്റ്റൻസ് ഡയറക്റ്റ് മെഷർ ചെയ്ത് മാർക്ക് ചെയ്താൽ കറക്റ്റ് ആയിരിക്കുമോ? 2πr/8. ഓക്കെ. സിലിണ്ടറിന്റെ കേസിൽ ഓക്കെ. സിലിണ്ടറിന്റെ കേസിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെയാണ് കിട്ടുന്നത് അല്ലേ? സിലിണ്ടറിന്റെ ഇത് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് 2πr ആണ്. അപ്പോൾ അതിന്റെ ഇൻഡിവിജ്വൽ സെക്ഷൻസ് നമുക്ക് 2πr/8 എടുക്കാം. പക്ഷേ കോണിന്റെ കേസിൽ ഈ 2πr എന്നത് ഈ ആംഗിൾ അല്ലേ ഉള്ളത്, ഈ ഒരു കർവേച്ചർ ആയിട്ടല്ലേ വരുന്നത്. അപ്പൊ 2πr/8 നമുക്ക് ഇങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുമോ? 2πr/8 മെഷർ ചെയ്യുമ്പോൾ അത് ഈ ഒരു ആർക്കിൽ മെഷർ ചെയ്യണ്ടേ? അതല്ല ഞാൻ പറഞ്ഞത് നേരത്തെ സ്കെയിൽ ഇതുപോലത്തെ ഒരു കർവേച്ചർ ഉള്ള സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ 2πr/8 മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അത് പറ്റില്ല. പിന്നെ എങ്ങനെ ചെയ്യാം? നമ്മളിവിടെ കണ്ടുപിടിച്ചത് ആംഗിൾ തീറ്റ അല്ലേ? θ/8 ചെയ്തൂടെ? എല്ലാത്തിനും ഈക്വൽ ആംഗിൾസ് ആയിരിക്കില്ല വരിക, ഓരോ സെക്ഷനും ഈക്വൽ ആംഗിൾ ആയിരിക്കില്ല വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ θ/8 കണ്ടുപിടിക്കാം. ഓക്കെ. θ/8 എത്ര വരുമെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ. ആ ആംഗിളിൽ പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്യുക. θ/8 ഫസ്റ്റ് സെക്ഷൻ മാർക്ക് ചെയ്യാം. ഓക്കെ. ഇത് ഇതേപോലെ നോക്കിയാൽ കിട്ടില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ രണ്ടും ആർക്കാണെങ്കിലും ഇതിന്റെ കർവേച്ചർ അല്ല ഇതിന്റെ കർവേച്ചർ, രണ്ടും ഡിഫറെന്റ് കർവേച്ചറിലാണ് വരുന്നത്. ഓക്കെ. ഈ സർക്കിളിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ഇതിന്റെ റേഡിയസ് 50 ആണ്. പക്ഷെ ഇതിന്റെ റേഡിയസ് എത്രയാ? ഈ ആർക്കിന്റെ റേഡിയസ് നമ്മളെ ജനറേറ്ററിന്റെ ട്രൂ ലെങ്ത് ആണ്. രണ്ടും ഡിഫറെന്റ് കർവേച്ചറിൽ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡയറക്റ്റ് നമുക്ക് ഇവിടുന്ന് മെഷർ ചെയ്ത് അവിടെ മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. സെയിം കർവേച്ചർ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു, പക്ഷെ ഇവിടെ അത് പറ്റില്ല. അതുകൊണ്ട് θ/8 എത്രയാന്ന് കണ്ടുപിടിക്കാം. അത് വെച്ചിട്ട് ഓരോ പാർട്ടായിട്ട് ഇത് ഫസ്റ്റ് ഞാൻ ബി മാർക്ക് ചെയ്തു. ഇനി ആദ്യം θ/8 ഇവിടെ മാർക്ക് ചെയ്യണോ? ഇനി θ/8 കാണേണ്ട ആവശ്യമില്ലല്ലോ. ഇനി θ/8 ആംഗിൾ ഇവിടെ മെഷർ ചെയ്തിട്ട് മാർക്ക് ചെയ്യണോ? വേണ്ടല്ലോ. എ ബി ലെങ്ത് മെഷർ ചെയ്യാം. ഈ ലെങ്ത് കോമ്പോസിറ്റ് എടുക്കുക. പിന്നെ ഇതും കട്ട് ചെയ്ത് പോയ പോലെ ഒരു സെക്ഷന്റെ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ബാക്കി സെയിം ആയിരിക്കുമല്ലോ. അപ്പൊ അത് കട്ട് ചെയ്ത് പോവാം. ബി സി ഡി ഇ എഫ് ജി എച്ച് പിന്നെ അഗൈൻ എ. അപ്പൊ ഇത് ഇവിടെയും ജനറേറ്റേഴ്സ് മാർക്ക് ചെയ്യുമ്പോൾ അത് തിന്നായിട്ട് തന്നെ വരക്കണം. ശ്രദ്ധിക്കുക, തിന്നായിട്ട് തന്നെ വരക്കുക. ഓക്കെ. ഞാൻ ഇവിടെ തിക്കായിട്ട് നിങ്ങൾക്ക് കാണുന്നില്ല, പക്ഷെ ഇത് തിന്നായിട്ട് തന്നെ വരയ്ക്കണം. ബൗണ്ടറി തിക്കായിരിക്കണം. നൗ ഈ ഓരോ പോയിന്റ്സും നമ്മൾ ജനറേറ്ററിൽ മാർക്ക് ചെയ്യണം, കട്ടിംഗ് പോയിന്റ്സ്. ഇപ്പൊ 0.1 OL ഉള്ളത്. അപ്പൊ അതിന്റെ ട്രൂ ലെങ്ത് തന്നെയാണ് ഉള്ളത്. OA എന്ന് പറയുന്നത് ജനറേറ്ററിന്റെ ട്രൂ ലെങ്ത് ആണ്. സോ O'1' ട്രൂ ലെങ്ത് തന്നെയായിരിക്കും. സോ യു ക്യാൻ മെഷർ ഡയറക്ട്ലി ദിസ് ലെങ്ത് ഇൻ ദ കോമ്പസ് ആൻഡ് അത് ഇവിടെ മാർക്ക് ചെയ്യാം. OAയിൽ ഇവിടെയും മാർക്ക് ചെയ്യാം, അതുപോലെ എൻഡിങ്ങിലുള്ള OAയിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ കോമ്പസ് ഫിക്സ് ചെയ്ത് ഇവിടെ ഓയിൽ ഫിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ പോരെ, 1 മാർക്ക് ചെയ്യാം. ബാക്കി ഉള്ള പോയിന്റ്സ് 2, 3, 4 ഒക്കെ അത് ട്രൂ ലെങ്ത് ആയിരിക്കുമോ? ഈ കാണുന്നത് OB എന്ന് പറയുന്നത് ജനറേറ്ററിന്റെ ട്രൂ ലെങ്ത് അല്ല, OCയും ജനറേറ്ററിന്റെ ട്രൂ ലെങ്ത് അല്ല. അപ്പോൾ അതിൽ വരുന്ന കട്ടിംഗ് പോയിന്റ്സിലേക്കുള്ള ഡിസ്റ്റൻസും അതും ട്രൂ ലെങ്ത് ആയിരിക്കില്ല. ഓക്കെ.
അങ്ങനെയുള്ള കേസിൽ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞതില്ലേ, ഈ കട്ടിംഗ് പോയിന്റ്സ് ഒക്കെ ട്രൂ ലെങ്തിലേക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ ട്രൂ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇവിടെ ജനറേറ്ററിന്റെ ട്രൂ ലെങ്ത് OA ഉണ്ട്, OE ഉണ്ട്, ഇത് രണ്ടും ജനറേറ്ററിന്റെ ട്രൂ ലെങ്ത് ആണ്. അപ്പോൾ അത് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്യുന്നതിനകത്ത് റൈറ്റിലേക്കോ പ്രൊവൈഡ് ചെയ്തത്, ബിക്കോസ് നമ്മൾ അവിടെയാണ് ട്രൂ ലെങ്ത് കണ്ടുപിടിച്ചത്. ഇവിടെ OAയും OEയും രണ്ടും ട്രൂ ലെങ്ത് ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പ്രൊവൈഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ലെഫ്റ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യാണ്. ഇപ്പോൾ 2 ഡബിൾ ഡാഷ് മാർക്ക് ചെയ്തു, അതുപോലെ 8 ഡബിൾ ഡാഷും അവിടെ വരും. ഓക്കെ, അതുപോലെ 3 ഡബിൾ ഡാഷും 7 ഡബിൾ ഡാഷും വരും. പിന്നെ 4 ഡബിൾ ഡാഷും 6 ഡബിൾ ഡാഷും. ഓക്കെ, 5 ഡാഷ് ഓൾറെഡി OE എന്ന് പറയുന്ന ട്രൂ ലെങ്ത്തിലാണ് ഉള്ളത്, അതിനി പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഓരോ ലെങ്ത് നിങ്ങൾ നോക്കുക. അതായത് O ഡാഷ് 2 ഡബിൾ ഡാഷ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. ബട്ട് 2 ഡാഷ് വരുന്നത് OBയിലാണ്. സോ ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് OBയിൽ മാർക്ക് ചെയ്യാം, 0.2. ഓക്കെ, അപ്പോൾ അതേ പോർഷൻ തന്നെയാണ് 8ഉം വരുന്നത്. പക്ഷെ 8 എവിടെയാണ് വരുന്നത്? OHയിലാണ്. കോമ്പസിൽ ഈ ലെങ്ത് മെഷർ ചെയ്തിട്ട് Bയിൽ കട്ട് ചെയ്യുക, അതിനുശേഷം Hയിലും മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒറ്റ ഇതിൽ തന്നെ രണ്ടും കഴിയും, 2 പോയിന്റും മാർക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഓരോന്ന് നിങ്ങൾ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. അതുപോലെ 0.3 OCയിലുള്ളതാണ്. അപ്പോൾ ആ ലെങ്ത് മെഷർ ചെയ്യുക, 3 മാർക്ക് ചെയ്ത്. അതുപോലെ തന്നെ 7 സെയിം ഡിസ്റ്റൻസിലാണ് വരുന്നത്, പക്ഷേ 7 വരുന്നത് OGയിലാണ്. 7 മാർക്ക് ചെയ്തു, 7. ഇനി 0.4 ODയിൽ ഈ ലെങ്ത് O ഡാഷ് 4 ഡബിൾ ഡാഷ് ലെങ്ത് മെഷർ ചെയ്യുക, അത് ODയിൽ മാർക്ക് ചെയ്തു. ആൻഡ് 6 OFയിലും 6 OFയിലും മാർക്ക് ചെയ്തു. ലാസ്റ്റ് 0.5 അത് O ഡാഷ് 5 ഡാഷ് ഡിസ്റ്റൻസ് തന്നെ മെഷർ ചെയ്ത് അത് Oയിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ടോട്ടൽ എല്ലാ 8 പോയിന്റ്സും ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ജോയിൻ ചെയ്യുന്ന സമയത്തും നിങ്ങൾ എങ്ങനെ ജോയിൻ ചെയ്യണം? സ്കെയിൽ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇതൊക്കെ കർവ്ഡ് സർഫസിൽ വരുന്ന കട്ടാണ്. കർവ്ഡ് സർഫസിൽ കട്ട് വരുമ്പോഴൊക്കെ അത് ഫ്രീ ഹാൻഡ് ആയിട്ട് സ്മൂത്ത് കർവ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, കർവ്ഡ് സർഫസിൽ വരുന്ന കട്ട് ജോയിൻ ചെയ്യുമ്പോൾ സ്കെയിൽ യൂസ് ചെയ്യാൻ പാടില്ല. അത് ഇതുപോലെ ജോയിൻ ചെയ്യാം, സ്മൂത്ത് കർവ് ആയിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, നൗ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഡ്രോ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ലോവർ പോർഷൻ ഓഫ് ദ ട്രങ്കേറ്റഡ് കോൺ എന്നല്ലേ പറഞ്ഞത് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പർ പോർഷൻ, അതായത് അപ്പെക്സിന്റെ പോർഷൻ ഒന്ന് ഇറേസ് ചെയ്യുക. ഇറേസ് ചെയ്യുന്നാൽ കംപ്ലീറ്റ് ഇറേസ് ചെയ്യേണ്ട, ലൈറ്റ് ആക്കിയാൽ മതി. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ടു ഡ്രോ ദ ഡെവലപ്മെന്റ് ഓഫ് എ ട്രങ്കേറ്റഡ് കോൺ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്യാം. പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടോ? ഹലോ, ബാക്കി എല്ലാവരും ഇവിടെ പോയി? ഓക്കെ, ആകർഷ്, ടൈഫൽ, അനുജിത്ത്, അക്ഷര, ഷോണിൻ, ശ്രീരജ്, സിദ്ധാർത്ഥ്, സുനിൽ, ഗൂഗിൾ, പൂർണിമ. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ എന്തായാലും അത് ചെയ്യാം കേട്ടോ, കംപ്ലീറ്റ് ചെയ്യാം. പറഞ്ഞല്ലോ അതാത് ദിവസം തന്നെ ചെയ്തു പോവുക, അല്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. സോ എല്ലാ ടൈപ്പിലുള്ള പ്രോബ്ലംസും നിങ്ങൾ ചെയ്തിരിക്കണം. ഒരു പ്രാവശ്യം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എക്സാമിന് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.